ഓടിപ്പോയല്ലേ, നിൽക്ക്, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വന്ന. എന്താന്ന് കേൾക്കട്ടെ സന്തോഷ വാർത്ത. അപ്പൊ ഇന്നത്തെ സന്തോഷ വാർത്തയാണ് മക്കളെ, യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് ഇങ്ങ് കിട്ടി കേട്ടോ. ആദ്യത്തെ നമ്മുടെ എന്താ പറഞ്ഞേ, ഒരുപാട് നാളത്തെ നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലം നമ്മുടെ കയ്യിൽ കിട്ടി. ഇതെങ്ങനെ കിട്ടി, ഇത് എത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയേ, ഇത് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു, ചാനൽ മോണിറ്റൈസേഷൻ എങ്ങനെ ആക്കി എടുത്തു, എന്നെ ആരൊക്കെയാ സഹായിച്ചത് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ, അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ എങ്ങനെ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമോ, എന്നെ പോലെ ഒരു സാധാരണക്കാരിക്ക് കിട്ടിയെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർക്കും കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്തോണ്ടേ ഇരുന്നാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. പക്ഷെ നമ്മളെ തളർത്താൻ പലരും കാണും. മറക്കണ്ട തളർത്താൻ. കാരണം നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മുടെ പിന്നിൽ ഒരുപാട് പേര് കാണും. നമ്മളെ കളിയാക്കും, നമ്മളെ കുറ്റം പറയും. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്ന കാണുമ്പോൾ അവർ പലതും പറയാം. അതൊന്നും കണ്ട് ആരും മൈൻഡ് ചെയ്യല്ലേ മക്കളെ. കളിയാക്കുന്നവർ അവിടെ ഇരുന്ന് കളിയാക്കും. കളിയാക്കുന്നവർക്ക് അവർക്ക് ജസ്റ്റ് ഇങ്ങനെ കളിയാക്കി അങ്ങ് പോയാൽ മതി. അവർക്ക് കളിയാക്കാനും കുറ്റം പറയാനേ കഴിയത്തുള്ളൂ. നമ്മളെപ്പോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ അവർക്ക് മനസ്സില്ല. അപ്പം ഒരിക്കലും കുറച്ച് നാൾ വീഡിയോ ഇഷ്ടു, വാച്ചവർ കയറുന്നില്ല, വ്യൂസ് കയറുന്നില്ല എന്നൊന്നും കരുതി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കളഞ്ഞിട്ട് പോകരുത്. അങ്ങനെ കളഞ്ഞിട്ട് പോകാനായിരുന്നെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോയേനുമായിരുന്നു. എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും കിട്ടും ഇതുപോലെ. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ എണ്ണി എണ്ണി നിങ്ങൾക്ക് പിടിക്കാൻ നിങ്ങൾക്കും കിട്ടും ഇതുപോലെ. അപ്പം ഞാൻ ഇതെങ്ങനെയൊക്കെയാണ് നേടിയെടുത്തത്, ഞാൻ ഇതെന്താ ചെയ്തതെന്നൊക്കെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ലോങ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനകത്ത് കുറച്ച് ഇമോഷണൽ ആയിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ അനുഭവിച്ച സ്ട്രഗിളൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ കരയും. ആ കരഞ്ഞതൊക്കെ നിങ്ങളാരും എന്നെ കളിയാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ ഇത് ചെയ്യാനോ വേണ്ടിയല്ല ഞാൻ എന്താ പറഞ്ഞ ഇതാവുന്നത്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി, ഞാൻ അറിയാണ്ട് കരഞ്ഞു പോയതാണ്. കാരണം അത് കരഞ്ഞു കഴിഞ്ഞപ്പോൾ കരയാതെ വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഞാൻ ചെയ്തത്. പക്ഷെ അറിയാണ്ട് കണ്ണിൽ നിന്ന് വന്നു പോയി മക്കളെ. ഇത് എണ്ണി മേടിക്കാൻ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട്, ഞാൻ അനുഭവിച്ച വേദന അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കണ്ണ് നിറഞ്ഞു പോയതാ കേട്ടോ. അപ്പൊ ലോങ് വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടി വന്ന് കമന്റ് ചാമ്പാൻ നിൽക്കല്ലേ, വിട്ടേരെ, പാവാ, ജീവിച്ചു പോട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്തതാ. നിങ്ങൾക്കും കിട്ടും ഇതേപോലെ എണ്ണി എണ്ണി ഇങ്ങനെ മേടിക്കാം. അപ്പോൾ എല്ലാവരും റെഗുലറായിട്ട് വീഡിയോ ഇടുക. അതുപോലെ തന്നെ എൻ്റെ ലോങ് വീഡിയോയ്ക്കിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ അവിടെ എല്ലാ കടമ്പകൾ കടന്നെത്തിയതെന്ന്. എൻ്റെ ആ വീഡിയോ കണ്ട് ഒരാളും തോറ്റ് പിന്നോട്ട് പോവില്ല. കാരണം ചാനൽ തുടങ്ങി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്കും മനസ്സിൽ തോന്നും പ്രിയയ്ക്ക് സാധിച്ചത് ഞങ്ങൾക്കും സാധിക്കുമെന്ന്. അപ്പോൾ ആ ലോങ് വീഡിയോയുടെ കണ്ടോളുക. ലോങ് വീഡിയോയ്ക്കകത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ബൈ ബൈ.